എനിക്കറിയാം ജോമി ജോസിയാണ്, കൊച്ചിയിൽ നിന്ന് വരുന്നു, ഒരു മിടുക്കി കുട്ടിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ലോ സ്റ്റുഡന്റ് ആണ്. ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുകയാണോ കോമഡി പറയാൻ വേണ്ടി? ഓൺലൈനല്ലേ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്, അകത്തുണ്ട്. ക്ലാസ് പോക്കറ്റ് ക്ലാസ് നടക്കുകയാണ് ഒരു കുട്ടിയുടെ, എന്നിട്ട് ഇവിടെ നമ്മൾ തമാശ പറയാണ് അല്ലേ? മൈക്ക് ഓഫ് ആണെന്ന് തോന്നുന്നു. ഓഫാ. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഭാവിയിൽ പഠിച്ച് വക്കീലാവും. ഇല്ല, അതിനേക്കാൾ എളുപ്പപ്പണി ഇതാ. ഏതാ? കോമഡി കുറച്ചില്. ശരി, നമുക്ക് നോക്കാം അഡ്വക്കേറ്റിന്റെ തമാശ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോമി എന്നാണ്. ശരിക്കും എൻ്റെ പേരിടുമ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് വലിയൊരു ശത്രുത എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു സലീമിക്ക. എനിക്കറിയത്തില്ല, എന്തോ ഒരു ശത്രുത പുള്ളിക്കാരനുണ്ട്. എൻ്റെ ഇരട്ട സഹോദരിക്ക് സൂപ്പർ പേരും എനിക്ക് ജോമി എന്ന പേരുമാണ് പുള്ളിക്കാരൻ തന്നത്. ഈ പേരിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത് ക്ലാസ്സിൻ്റെ അറ്റൻഡൻസിൻ്റെ സമയത്താണ്. കാരണം ഇവിടെ കുറേ ടീച്ചർമാരിരിപ്പുണ്ട്. ടീച്ചർമാർക്കറിയാം എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കാറ്. ഗേൾസൊക്കെ ഒരു സൈഡ്, ബോയ്സൊക്കെ ഒരു സൈഡ്. അപ്പോൾ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ജോസഫേ, ഓ മേരിക്കും മാധവനൊക്കെ സുഖല്ലേ? ഓക്കെ. ജെനിഫർ, ഓ മോളെ കാണാൻ എന്ത് ഭംഗിയാ, പേര് തന്നെ കേട്ട. ജോമി, ജോമി എന്ന് വിളിച്ചിട്ട് എല്ലാ ടീച്ചേഴ്സും ഈ ആണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കാം. കാരണം പേര് കേൾക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഒരു ആങ്കൊച്ചാണെന്ന്. ഞാൻ ഈ പെൺപിള്ളേരുടെ ബെഞ്ചിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പഠിക്കാൻ ഗെയിമായിട്ടൊന്നല്ല ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് കുറവായത് തന്നെ. അപ്പോൾ മിസ് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ലാണ്ട് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പേരിടാൻ എൻ്റെ അപ്പനും അമ്മയും കാണിച്ച മടിയുടെ ത്രിബിൾ മടി ഇപ്പം എനിക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എനിക്ക് കട്ടിലിൽ നിന്ന് എണീറ്റ് ഫാൻ ഓഫ് ആക്കാൻ മടിയാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ അനിയ ഫാൻ ഒന്ന് ഓഫ് ആക്കി എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ നേരെ KCB അണ്ണനെ വിളിച്ചിട്ട് അണ്ണാ ഈ ഭാഗത്ത് കറണ്ട് ഒന്ന് കളയോ, മടിയായതുകൊണ്ട് പ്ലീസ്. എൻ്റെ പേര് ജോമി എന്നായതുകൊണ്ട് തന്നെ എനിക്ക് മാട്രിമോണിയിൽ പെൺപിള്ളേരുടെ ആലോചനകളാണ് പൊതുവെ കൂടുതൽ വരാറ്. നിങ്ങൾ ഈ അർജുൻ റെഡ്ഡി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അർജുൻ റെഡ്ഡിയുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഒരു ഫിറ്റ് ചിക്കും ഒരു ഫാറ്റ് ചിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന്. ശരിയാണ്, പുള്ളിക്കാരൻ പറഞ്ഞ അച്ചട്ടാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും നല്ല ഫിറ്റ്നസ്. ഈ മോഡൻ്റെ എല്ലാ ഫ്രണ്ട്സും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫിറ്റായ ഭയങ്കര കോമഡിയാണ്. ഇവർ എൻ്റെ അടുത്ത് ജോമി പിടിച്ച് നിൽക്കും, ജോമി ഭൂമി കറങ്ങണ്ട്, ജോമി നീലാം സ്ട്രോൺ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഭൂമി കറങ്ങണ്ടെന്ന്. ഇപ്പം എനിക്ക് വ്യക്തമായി. ഇങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ഈ ഫിറ്റായ ഫ്രണ്ട്സ് എൻ്റെ ഈ ഫാറ്റ്നെസ് കുറയ്ക്കാൻ ഉപദേശങ്ങൾ പൊതുവേ പറയാറുണ്ട്. ജോമി ജിമ്മിൽ പോ തടിയൊക്കെ സുന്ദി ഫിറ്റാവ് എന്നൊക്കെ പറയാറുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ശ്രോതാക്കളെ, എന്നെപ്പോലുള്ളവരുള്ളതുകൊണ്ടാണ് ജിം ഇൻസ്ട്രക്ടർമാരൊക്കെ ജീവിച്ചു പോകുന്നത്. ഞങ്ങളൊക്കെ മോട്ടിവേഷനാണ് അവർക്ക്. നിങ്ങൾ വെറുതെ അവരുടെ പ്രോട്ടീൻ പൗഡർ പാറ്റിയിടണം, അപേക്ഷയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫുഡ് കഴിക്കുക, ഇൻസ്റ്റ നോക്കുക, കിടന്നുറങ്ങുക. ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ ചിരി തുടങ്ങി, നിർത്താതെ ചിരി. ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പോഴല്ല ചിരിക്കേണ്ടത്, ഞാൻ കോമഡിയൊക്കെ പറയുമ്പോൾ ചിരിക്കണം കേട്ടോ, ഇപ്പം ചിരിച്ചിട്ട് കാര്യമില്ല. അപ്പം പറയും, അതല്ല മോളെ, നീ കക്കൂസെ പോകാൻ എണീക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല, കോമഡി പറയുന്ന എണീക്കുന്നത് ഓർത്തിട്ട് ചിരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റഗ്രാം കുറേ ഞോണ്ടിയിരിക്കുന്ന ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ ചേട്ടനൊക്കെ അറിയാമല്ലോ, ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സോൾമേറ്റിൻ്റെ പേര്, നമ്മുടെ പ്രായം, നമ്മുടെ നാഷണാലിറ്റി. ഇപ്പം ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയി എൻ്റെ വീടിൻ്റെ നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ചേച്ചിയുടെ അടുത്ത്, ചേച്ചീൻ്റെ വീടിൻ്റെ നമ്പർ അറിയുമോ, അല്ല ഒരു ഫോം ഫിൽ ചെയ്യാനായിരുന്നു. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഹൗസ് നമ്പറൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫിൽറ്ററാണ്. നമ്മുടെ സോൾമേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇൻസ്റ്റയിൽ അമ്മച്ച് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എനിക്ക് വൺ സൈഡ് ലെവലൊരു ചെക്കൻ ഇങ്ങനെ ഈ റീലിട്ടേക്കുക ഈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അവൻ്റെ സോൾമേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുക. ഞാൻ നോക്കിയപ്പോൾ ജെ. എൻ്റെ കണ്ണിൽ കൂടെ ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത്, കുഞ്ഞിച്ചൊന്നുമല്ല. ഞാൻ അപ്പോൾ തന്നെ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു, എടാ മനസ്സിൽ എന്തെങ്കിലും പറയാതെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം, ജീവിതം ഒന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ, നീ എൻ്റെ റീല് കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ റീല് കണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. എടി എനിക്ക് നിന്നോട് പറയാൻ കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പേടിയായത് കാരണോടി നീ അങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറയടാ, നീ പറ, ഇങ്ങനെ ഉള്ളി കൊണ്ടുവച്ചിട്ട് കാര്യം. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ ട്വിൻ സിസ്റ്റർ ജെനിഫർ ഇഷ്ടമാണ്. സ്തംഭിച്ച് പോയി എൻ്റെ വാർത്തയ്ക്കും. കാരണം ഇതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറം. അപ്പം ഞാൻ എൻ്റെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലടാ നിനക്ക് അവൾ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അപ്പോൾ അവൻ പറയുമോ, ഇടി അവളുടെ പേര് കേട്ടാൽ തന്നെ പ്രേമിക്കാൻ തോന്നത്തില്ലേന്ന്. ഞാൻ എന്നിട്ട് അവനൊരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ജെനിഫർക്ക് വേണ്ടി. ഐ ലവ് യു ജെനിഫർ,
നിന്റെ പേരെന്ത് ഭംഗി, പൂമഞ്ഞിൻ തൊങ്ങല് ചാർത്തി മാലാകയായി നീ വരൂ. അപ്പൊ ഇൻസ്റ്റയിൽ അമ്മച്ചി എന്നെ ചയച്ചു. എൻ്റെ 1 സൈഡ് ലവിനെ പുള്ളിക്കാരൻ 2 സൈഡ് ആക്കി കളഞ്ഞു. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പാ ഞാനും പുള്ളിക്കാരും സെയിം പ്രൊഡക്ഷൻ ഹൗസ് അല്ലേ, പുള്ളിക്കാരത്തിയുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഹൗസ്ഫുള്ള്, ഞാൻ എന്ത് ഈ പുരനിറഞ്ഞ് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അപ്പോൾ എൻ്റെ 1 സൈഡ് ലവ് പോയി. സലീമിക്ക നല്ല സങ്കടമുണ്ട്, നീ കണ്ടല്ലോ അല്ലേ, തരണ്ടി ഞാൻ 1 സൈഡ് ലവ് പോയി. അപ്പോൾ എനിക്കിനി ആകെയുള്ള പ്രതീക്ഷ ഇൻസ്റ്റയിൽ അമ്മച്ചിയാണ്. ഞാൻ ഇൻസ്റ്റയിൽ അമ്മച്ചിയുടെ അടുത്ത്, അമ്മച്ചി എൻ്റെ ലവറുടെ ഫസ്റ്റ് പേര് അമ്മച്ചി പറഞ്ഞു തന്നെ, അത്ര എളുപ്പമായില്ലോ, പിന്നെ അവരെ മാത്രം തപ്പിയാൽ പോരെ. അമ്മച്ചി എ തൊട്ട് സെഡ് വരെ തിരക്കം പെരക്കം തേരെ പര ഓടി ഓടി നടന്നിട്ട് എനിക്കൊരു ലെറ്റർ തന്നു. യു ആരും മേടിക്കണ്ട, ഞാൻ ഉസൈൻ ബോൾട്ടിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ പെണ്ണാണെന്ന് വിശ്വസിച്ച ഞങ്ങളുടെ കല്യാണം ഈ മേടത്തിൽ കാണും. പക്ഷേ പ്രശ്നം ഇതൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ആൾക്ക് ഒളിച്ചോടാനാണ് താല്പര്യം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ കിടന്ന് ഓടത്തുള്ളൂ, ഞാൻ എൻ്റെ കട്ടിലിൽ കാണും. സോ താങ്ക് യു ഗൈസ്, ദാറ്റ്സ് ബീൻ മൈ ടൈം. മിടുക്കിയാക്കി കേട്ടോ. എന്താ പെർഫോമൻസ്, എന്താ ഇങ്ങനെയൊക്കെ കോമഡികൾ ഇങ്ങനെ കടകടകടന്ന് വരുമായിരുന്നല്ലോ. എവിടെ നിന്ന് വരുന്നതൊക്കെ? സ്ക്രിപ്റ്റിൽ നിന്നല്ലേ, ലോക്കോളജി എന്നല്ല. എനിവേ സലീമേട്ടാ, സ്വന്തമായിട്ട് ട്രോളി ഒരു കഥ ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയതല്ലെന്നോണല്ലേ കുറെയൊക്കെ. അല്ലല്ല, എനിക്ക് ട്വിൻ സിസ്റ്റർ ഒന്നും ഇല്ല, ഇതൊക്കെ ഉണ്ടാക്കിയതാ. എന്തായാലും ആ ഭാവന വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. അവതരണം അതിലേറെ നന്നായിട്ടുണ്ട്. ഏതായാലും എടുത്ത ഡിഗ്രി മോശമായില്ല. ഇനി കോടതി പോകണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ കോടതി പോയാൽ അത് കോടതിയുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മാത്രം മതി. അഡ്വക്കേറ്റ് ജോമി MLLB അല്ലേ? ബികോം LLB. അല്ല, അതൊക്കെ വെറൈറ്റി കോമ്പിനേഷൻ ആണ്. അതായത് അഡ്വക്കേറ്റ് ജോമി ബികോം LLB ബുക്കിങ്ങിന് സമീപിക്കുക. പ്രോഗ്രാം ഉണ്ട്, സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്. വളരെ ഗംഭീരമായി കേട്ടോ.